ഹായ് എവരിവൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ LKG ക്ലാസ്സുകളിലെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ലേണിംഗ് ആക്ടിവിറ്റി, ദെൻ അസസ്മെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ, ഇങ്ങനെ ഒരു 7 കോളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ സ്ട്രാറ്റജി, അതായത് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് മാനദണ്ഡമാണ് അത്. ഫസ്റ്റത്തേൽ ഫ്രീ കോൺവെർസേഷൻ, ജനറൽ അവയർനെസ്, ക്രിയേറ്റീവ് സ്കില്ല്. അതായത് ഫസ്റ്റ് നമ്മുടെ ഇൻഫോർമൽ ടോക്കിങ്ങിലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അത് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ടോക്കിംഗ്, അതാണ് ഫ്രീ കോൺവെർസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെയിം ഓഫ് ദ കണ്ടൻറ്റ്, ഈ കണ്ടൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ക്ലാസ്, അതായത് ഇൻഫോർമൽ ടോക്കിംഗ് ഓർ ടീച്ചേഴ്സ്, സെൽഫ്, ക്ലാസ്മേറ്റ്സ്, ഇവർ തമ്മിലുള്ള ആ ടോക്കിങ്ങിനെയാണ് നമ്മൾ നെയിം ഓഫ് ദ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര മിനിറ്റ്സ് ആണ്, ഫസ്റ്റ് മിനിറ്റ് 25 ആണ്, ചില സ്കൂളുകൾ 45 ആയിരിക്കും. നിങ്ങളുടെ ക്ലാസ് ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളത് എഴുതുക. മെറ്റീരിയൽസ് റിക്കോർഡ് ആൻഡ് ദ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുത്തുന്നത് എന്നുള്ള നെക്സ്റ്റ് കോളം നമ്മൾ ലാർജ് ആയിട്ടായിരിക്കും, റൗണ്ടാണ്. നമ്മൾ ഏതാണോ കുട്ടികളെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കുക. ദെൻ ടീച്ചർ ആക്ടിവിറ്റി, ടീച്ചേഴ്സ് ടു. എന്താണ് ടീച്ചിങ് ആക്ടിവിറ്റി? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫോർമൽ ടോക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആവുന്നിടത്ത് ടീച്ചേഴ്സിനെ ഒന്നും LKG സ്റ്റുഡൻസിനൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഇനി ഞാൻ പറയുന്നത്. മൈ നെയിം ഈസ്, ഇപ്പം നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ പറയുക. ആൻഡ് ആസ്ക് ദ ഫസ്റ്റ് ലേണർ വാട്ട് ഈസ് യുവർ നെയിം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കുട്ടീനോട് ചോദിക്കണം വാട്ട് ഈസ് യുവർ നെയിം എന്ന്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്താ ആൻസർ പറയും, മൈ നെയിം ഈസ്, എൻ്റെ പേര് എന്താവുന്നു എന്ന് കുട്ടി പറയുക. ആൻഡ് ആസ്ക് ദ സെക്കൻഡ് ലേണർ, അതിൽ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ കുട്ടികളോടും ചോദിക്കുക. എൻകറേജ് ഈച്ച് ലേണർ ടു പാർട്ടിസിപ്പേറ്റ്, നമ്മൾ ഓരോ കുട്ടികളും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുക. ഓ ഗുഡാണ്, നമ്മൾ ആ ഓരോ നെയിംസ് പറയുമ്പോഴും ആ സൂപ്പർ നെയിമാണ്, അങ്ങനെ ഓരോ ഇതും പറഞ്ഞ് കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ലേണിംഗ് ആക്ടിവിറ്റി. നോ ദ ടീച്ചേഴ്സ് നെയിം ആൻഡ് ദ നെയിംസ് ഓഫ് ദ ക്ലാസ്മേറ്റ്സ്. കുട്ടികൾ ടീച്ചറിൻ്റെ പേരും കൂടെയുള്ള കുട്ടികളുടെ പേരും ക്ലാസ്മേറ്റ്സിൻ്റെ പേരും കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ആണ് ഇതിൻ്റെ അകത്ത് ലേണിംഗ് ആക്ടിവിറ്റി വരുന്നത്. ഇനി അസസ്മെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ, അതിൽ നിന്ന് എന്താണ് നമ്മൾ കുട്ടിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്, അതെന്താണ്. ലേണേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ലിസണിങ് ടു നെയിം ലേൺ, മനസ്സിലാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ അസസ് ചെയ്യുന്ന കാര്യം. ദെൻ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ റൈം ടൈമാണ്. അപ്പോൾ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പോം നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ സ്റ്റോറി ടൈം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം സ്പെഷ്യൽ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം 20 minutes ആണ്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ലേണർ സ്റ്റാൻഡ് ഇൻ എ ബിഗ് സർക്കിൾ ആൻഡ് ടീച്ചർ സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ റൈം പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടികളെ സർക്കിളിൽ നിർത്തി ടീച്ചർ അതിൻ്റെ സെൻറ്ററിലാണ് നിൽക്കേണ്ടത്. ദെൻ റിസൈറ്റ് ദ റൈം ഐ ആം സ്പെഷ്യൽ വിത്ത് ആക്ഷൻ ആൻഡ് വോയിസ് മോഡുലേഷൻ. ടീച്ചിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആ ആക്ടിവിറ്റി, ഐ ആം സ്പെഷ്യൽ എന്ന് പറയുന്ന പോമിൻ്റെ ആക്ഷനോട് കൂടി സൗണ്ട് മോഡുലേഷൻ, അത് സൗണ്ടിൽ ഡിഫറൻസ് വരുത്തി റൈം പാടിക്കൊടുക്കുക. എൻകറേജ് ദ ലേണർ ടു ലിസൺ, ഓരോ കുട്ടികളും അത് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്തതിന് ശേഷം കുട്ടികളോട് നമ്മളെ ചെയ്യാൻ പറയാം. ഫോളോ ദ ആക്ഷൻ, ഷോ മിറർ ടു ഈ ചൈൽഡ്. ഓരോ കുട്ടികളും അവരവരെ നോക്കി പരസ്പരം നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുക. അതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റൈം പഠിപ്പിക്കുമ്പോൾ ദെൻ ലേണിംഗ് ആക്ടിവിറ്റി, അതിൻ്റെ അകത്ത് എന്താണ് കുട്ടിയിൽ എന്ത് ലേണാണ്, എന്താണ് പഠിച്ചത്, അപ്പോൾ പാഠിതാവിന് ഉണ്ടായത് എന്താണ് എന്നുള്ളതാണ്. ലിസൺ ആൻഡ് സിങ്, കുട്ടികൾ ശ്രദ്ധിച്ച് കേട്ടത് പാടുന്നുണ്ടോ, ഫോളോ ആക്ഷൻസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ്, ഇതിൽ നിന്ന് കുട്ടിയെ എന്താണ് കുട്ടിക്ക് എന്ത് കിട്ടിയെന്ന് അസസ് ചെയ്യുകയാണ്. വെദർ ദ ലേണേഴ്സ് ആർ ലിസണിങ്, സിംഗിങ് ആൻഡ് ഫോളോയിങ് ദ ആക്ഷൻ, കുട്ടികൾ പാടുന്നുണ്ടോ, ശ്രദ്ധിച്ചിരുന്നോ, അതോ അവരതിൻ്റെ ആക്ഷൻ കാണിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ അതിൽ നിന്ന് അസസ് ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ റെഡിനെസ് ഫോർ ദ ലിറ്ററസി സ്കിൽ ഓർ ഇംഗ്ലീഷ്. ലിറ്ററസി സ്കില്ലിനെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ റൈം ടൈം കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ഇംഗ്ലീഷ് ലിറ്ററസി സ്കില്ലാണ്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ LKGയിൽ വരുന്ന കുട്ടികൾക്ക് പെൻസിലൊന്നും പിടിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്ക്രിബ്ലിംഗ് ഓഫ് ദ ന്യൂസ് പേപ്പർ ഓർ സ്ലേറ്റിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നമ്മൾ സ്ക്രിബിൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അമർത്തി കുത്തി വരയ്ക്കണേനാണ് സ്ക്രിബിൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ആയിരിക്കും. അതിന് ആവശ്യമായിട്ടുള്ളത് ക്രയോൺസ്, ന്യൂസ് പേപ്പേഴ്സ്, സ്ലേറ്റ് അല്ലെങ്കിൽ ചോക്ക്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. ഇനി ടീച്ചിങ് ആക്ടിവിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത്? Instruct the learners to scribble on newspaper using the color crayons ഓഫ് ദർ ചോയ്സ്. അവർക്ക് ഇഷ്ടത്തിനുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ കുത്തി വരയ്ക്കാൻ നമ്മൾ കാണിക്കുന്നു. അതുപോലെ അല്ലെങ്കിൽ സ്ലേറ്റിൽ. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക വിത്ത് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് സൈഡ് ടു സൈഡ് ഹാൻഡ് മൂവ്മെൻറ്റ്. മുകളിലേക്കും താഴ്ത്തേട്ടും എങ്ങനെയാണ് സ്ക്രിബിൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലേക്കും താഴ്ത്തേട്ടും അതുപോലെ തന്നെ സൈഡ് ടു സൈഡ്. ഈ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, ദെൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫോളോ ദ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്ക്രിബിൾ. ടീച്ചേഴ്സ് എന്ത് പറയുന്നുവോ അതുപോലെ ചെയ്യാൻ കുട്ടികൾ കൊടുക്കുക. ദെൻ ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡു ദ ഹാൻഡ് മൂവ്മെൻറ്റ്സ് വൈൽ കളറിങ്. ടീച്ചേഴ്സ് പറയുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺ ഏത് മൂവ്മെൻറ്റ്സ് ആണോ പറയുന്നത് ആ മൂവ്മെൻറ്റ്സിൽ സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുക. ഇതാണ് ലേണിംഗ് ആക്ടിവിറ്റി. ഇനി എന്താണ് അസസ് ചെയ്യുക എന്നുള്ളത്. വെദർ ദ ലേണേഴ്സ് ആർ ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്ക്രിബിളിംഗ് വിത്ത് പ്രോപ്പർ ഹാവ്മെൻറ്റ്സ്. കറക്റ്റ് ആയിട്ടൂടെയാണ് കുട്ടികൾ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ന്യൂമറിക്കൽ സ്കിൽ. ന്യൂമറിക്കൽ സ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു പാട്ടാണ് പഠിപ്പിക്കുന്നത്. നെയിം ഓഫ് ദ കണ്ടന്റ്, നമ്പർ റെയിംസ് ആണ്. 1 ആപ്പിൾ 2 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ സ്കില്ലാണ്. ന്യൂമറിക്കൽ സ്കില്ലിൽ നമ്മളൊരു നമ്പർ നെയിംസ് ആണ്, നമ്പർ സോങ്സ് ആണ് പഠിപ്പിക്കുന്നത്. 1 ആപ്പിൾ 2 ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി എടുക്കുന്ന ടൈം 15 മിനിറ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു റൈം പഠിപ്പിച്ചപ്പോൾ ബിഗ് സർക്കിളാക്കി എടുക്കുക. അതിൻ്റെ മിഡിൽ ടീച്ചേഴ്സ് നിൽക്കുക. ഇനി ടീച്ചിങ് ആക്ടിവിറ്റി എന്താണ്? റിസൈറ്റ് ദ റൈം, എൻഷുർ ദ ലേണേഴ്സ് ഫോളോ ആൻഡ് ദ റിസൈറ്റ് ദ ആക്ഷൻ. ലേണിംഗ് ആക്ടിവിറ്റി കുട്ടികളത് ശ്രദ്ധിച്ച് കേട്ടിരുന്നോ, ആ ആക്ഷൻ അതിനുശേഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അസസ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക അവരെന്താണ് പഠിച്ചത്, എന്ത് സ്കില്ലാണ്. വെദർ ദ ലേണേഴ്സ് ആർ ഒബ്സർവിങ് ദ റൈം ആൻഡ് ഫോളോയിങ് ദ ആക്ഷൻ. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ ഗെയിംസ് ഓർ പ്ലേ ടൈം ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന നെയിം ഓഫ് ദ കണ്ടൻറ്റ് ഫ്രീ പ്ലേ. 40 മിനിറ്റ്സ് ആണ് ടൈം വരുന്നത്. മെറ്റീരിയൽസ് സ്ലൈഡ്, സ്വിങ്, സാൻഡ് പിറ്റ്, ഔട്ട്ഡോർ പ്ലേ ഏരിയ ഇതെല്ലാമാണ് വരുന്നത്. ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ആക്ടിവിറ്റി ടു ടേക്ക് ദ ലേണേഴ്സ് ടു ഔട്ട്ഡോർ പ്ലേ ഏരിയ ആൻഡ് അലൗ ദ ചോയ്സ് ഓഫ് പ്ലേ മെറ്റീരിയൽസ്. കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി അവർക്കുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കളി. ദെൻ ലേണിംഗ് ആക്ടിവിറ്റി ഓർ കിട്ടിയിരിക്കുന്നത് സെലക്ട് ദെയർ ഓൺ പ്ലേ മെറ്റീരിയൽസ്. അവർക്ക് അവരുടേതായ പ്ലേ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ സാധിക്കുക, അവർക്കുടെ ക്ലാസ്മേറ്റ്സുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ LKGയുടെ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.